നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന 3 കിടുക്കാച്ചി ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ വാട്സപ്പിൽ വരാനായിട്ട് ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന 3 പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇല്ലാത്തവർക്ക് എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. ലിങ്കിൽ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ വാട്സപ്പിൽ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരുപാട് സമയങ്ങൾ അതിന് വാട്സപ്പിൽ വന്നിരിക്കുന്ന 3 അപ്ഡേറ്റ് കാര്യങ്ങൾ ഏതാണെന്ന് നോക്കാം. നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഫീച്ചേഴ്സ് കാര്യങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങൾക്ക് ഇത് കിട്ടിയോ ഇല്ലെന്ന് തീർച്ചയായിട്ടും താഴെ കമന്റ് അടിക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ആണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അപ്ഡേറ്റുകൾ ഓരോന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് പോൾ എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ടെലിഗ്രാമിൽ ഇങ്ങനൊരു ഫീച്ചർ കുറേ നാളായിട്ടുള്ളതാണ്. ഇപ്പം നിലവിൽ വാട്സപ്പിലും ഈ ഒരു ഫീച്ചർ വന്നിരിക്കുകയാണ്. താഴെയുള്ള ആ പിൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിന് വന്നതിന് ശേഷം നമുക്കൊരു ക്വസ്റ്റ്യൻ അവിടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആൻസറുകളുടെ ചോയ്സ് താഴെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് പോളായിട്ട് നമ്മുടെ ഗ്രൂപ്പിലോ പേഴ്സണൽ മെസ്സേജൊക്കെ ആയിട്ട് നമുക്ക് അയക്കാൻ സാധിക്കുന്നതാണ്. ഇൻട്രസ്റ്റിംഗ് ആ ഒരു ഫീച്ചറാണ്. എസ്പെഷ്യലി ഗ്രൂപ്പിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച വരുമ്പം നമുക്കൊരു പോൾ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ചെറിയ അപ്ഡേറ്റ് കൊണ്ട് ഇനി മുതൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പോൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടാം. രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈലായിട്ടും സ്റ്റിക്കറായിട്ടും നമുക്ക് അവതാരം സെറ്റ് ചെയ്യുന്നുള്ള ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഫേസ്ബുക്കിൽ ഈ ഒരു ഫീച്ചർ ഉണ്ട്. അത് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരെണ്ണം. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തിലെല്ലാം സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് തന്നെ വെച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഫോട്ടോസ് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താനും സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിത് തന്നെയാണ് എൻ്റെ DP ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാവുന്ന രീതിക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മുടെ ഹെയർ, കളറ്, ഫേസ് എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന രീതിക്കാണ് അവതാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും തീർച്ചയായിട്ടും അടിപൊളി ഒരു ഫീച്ചറാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ ലിങ്കിൽ പോയിട്ട് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. ഫീച്ചർ വന്നിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. എനിക്ക് എന്താണെങ്കിലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് പ്രൊഫൈൽ പിക്ചർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഇനി മുതൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മൾ കുറച്ച് നാളായിട്ട് വരും എന്ന് പറഞ്ഞ ഫീച്ചറാണ്. ഏറ്റവും മുകളിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാൻ സാധിക്കും പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. അതായത് കമ്മ്യൂണിറ്റി ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളെല്ലാം ഒറ്റ ഒരു കമ്മ്യൂണിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിക്കാണ് കമ്മ്യൂണിറ്റി ഫീച്ചർ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫുട്ബോളിൻ്റെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുട്ബോൾ ഗ്രൂപ്പുകളെല്ലാം ആ കമ്മ്യൂണിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. 21ഓളം ഗ്രൂപ്പുകൾ നമുക്കിങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ കീഴിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ജസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ന്യൂ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുക. അവിടെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 5000-ഓളം ആൾക്കാർക്ക് അറ്റ് എ ടൈം നമുക്ക് ഈ കമ്മ്യൂണിറ്റി യൂസ് ചെയ്ത് മെസ്സേജ് കാര്യങ്ങൾ അയക്കാൻ സാധിക്കുന്നതാണ്. കമ്മ്യൂണിറ്റിക്ക് ആദ്യം ഒരു പേര് കൊടുക്കുക, അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ കൊടുക്കുക. അതിനുശേഷം മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സിറ്റിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഇതിൻ്റെ അകത്തോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറാണ്. 3 ഫീച്ചറും അടിപൊളിയാണ്, ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇപ്പോൾ വേൾഡ് കപ്പ് നടക്കുവാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ടീം അർജൻറ്റീനയാണ്. അപ്പോൾ നമ്മൾ കളി കാണുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണാൻ ഞാൻ മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ 5 രൂപയ്ക്ക് ഷോപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഒരുപാട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും വാങ്ങാനായിട്ട് ശ്രമിക്കുന്നത്. നാളെ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് വെച്ചോടെ. ബൈ ഗൈസ്.